MGRന്റെ കാര്യം പറഞ്ഞു. ജയലളിത ഇപ്പോൾ വരുന്ന കടന്നുപോയ മുഖ്യമന്ത്രിമാർ പലരും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ വിശേഷാലുള്ള പൂജകൾക്കൊപ്പം തന്നെ വഴിപാടുകൾ വയ്ക്കാറുണ്ട്. സ്വർണ്ണ കിരീടം, സ്വർണ്ണവാൾ, ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ കാഴ്ചവെക്കാറുണ്ട്. ഇപ്പോൾ വിജയും അങ്ങനെ പ്രത്യേക പൂജയ്ക്കൊപ്പം വഴിപാടായി എന്തെങ്കിലുമൊക്കെ കാഴ്ചവെച്ചേക്കാവില്ലേ? ഇനി വിവരങ്ങൾ പുറത്തേക്ക് വരണം പിന്നീട്. അതെ 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 അത്തരത്തിലുള്ള വിവരങ്ങൾ ഇനി പുറത്തേക്ക് വരേണ്ടതായുണ്ട്. വിശേഷമായിട്ടുള്ള പൂജകളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ അദ്ദേഹം അവിടെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. സങ്കല്പ ദീപാരാധന എന്ന ദീപാരാധന ചടങ്ങ് മാത്രമാണ് ഇപ്പോൾ വിജയ്ക്കായി നടത്തപ്പെടുന്നത്. മറ്റ് ചടങ്ങുകളെക്കുറിച്ചൊന്നും തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. കാരണം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുന്നത് അത് ചണ്ഡികാ യാഗമാണ്. ചണ്ഡികാ യാഗം അതിരാവിലെ തന്നെ പൂർത്തിയാകുന്ന ഒരു ചടങ്ങാണ്. അതിന് ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ചടങ്ങ് ഷീട്ടാക്കിയ ആൾ അവിടെ മുഴുവൻ സമയം ഉണ്ടാവുകയും വേണം. അതുകൊണ്ട് തന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ ചണ്ഡികാ യാഗം നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതോടൊപ്പം തന്നെ ദീപാരാധനയോളം പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ഈ സങ്കല്പ ദീപാരാധനാ പൂജ. അപ്പോൾ അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ വിജയ് എത്തുകയാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായി എത്തുമ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിമാർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വഴിയെ തന്നെ വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി, സൂപ്പർ താരമായിരുന്ന, താരപദവിയിലിരുന്ന വ്യക്തി കൂടി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ അതിനൊരു പകിട്ടുണ്ട്, അതിനൊരു പ്രാധാന്യമുണ്ട്. വിശേഷാൽ പൂജകൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ 3 മണിക്ക് ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രം അടയ്ക്കാറുണ്ട്. പക്ഷേ വിജയുടെ വരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്ഷേത്രം തുറന്നിരിക്കുകയാണ്.